ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെയോ കിടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, ഭക്ഷണം, അതേപോലെ തന്നെ വസ്ത്രം, നമ്മൾ ഒരിക്കലും കണക്ട് ചെയ്യാത്ത കുറേയധികം കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചഴച്ചുകൊണ്ട് വന്ന് ഈ TJ പോലുള്ള കിളവന്മാരും ഈ കിഴവനും ഒക്കെ കണക്ട് ചെയ്യുന്ന എവിടെയാണ്? ഹിന്ദുവിന്റെ ചില വീടുകളിലാണ് ഹിന്ദു ഇത് കഴിച്ച് മരിക്കുന്നത്. ഇപ്പൊ മറ്റേ ഈ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങൾ, പേര് പറയുന്നില്ല ഇനിയിപ്പോൾ ഡിഫമേറ്ററി ആയാലോ, പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളിൽ ശവം കത്തിച്ചിട്ട് അത് കഴിക്കുന്ന സ്വാമിമാർ എന്ന് പറയുന്ന ആളുകൾ ചെയ്യുമ്പോൾ, നമ്മൾ വല്ല കോഴിയോ കാടയോ ഒക്കെ ചുട്ട് തിന്നു കഴിഞ്ഞാൽ ശവം തിന്നുന്ന ആളുകൾ, അമർ തിന്നു കഴിഞ്ഞാൽ ഭയങ്കരം. അമർക്ക് തുണിയില്ലാതെ മണിനാഥം കിലുക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള ആളുകളുടെ വസ്ത്രത്തിന്റെ ഒരു ഇത്തിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ സംസ്കാര ശോഷണം. ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇവരെ പോലുള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ ആക്രോശങ്ങളാണ് രാജ്യസ്നേഹം എന്നുള്ള രീതിയിൽ പൊതിഞ്ഞ് ഈ ഒരു ഘട്ടത്തിൽ വിൽക്കപ്പെടുന്നത്. അല്ലാത്ത ആളുകളൊക്കെ, ഇവരെ പോലെ ചിന്തിക്കാത്ത ആളുകളൊക്കെ രാജ്യദ്രോഹികളാണ്.